നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്ന് ഇതുവരെ പുറത്തു വന്ന വാർത്തകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആദ്യം പോകുന്നു. CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PK ശശിക്കെതിരെ പാർട്ടിയുടെ നടപടി. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും ഒഴിവാക്കാൻ ഇന്ന് ചേർന്ന CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. PK ശശിക്കെതിരായ സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി. കൂടുതൽ വിവരങ്ങളുമായി സമീർ ബിൻ കരീം മലപ്പുറത്തുനിന്ന് ചേരുന്നു. സമീർ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. പാർട്ടിയിൽ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ഒരു നേതാവിനെതിരെ ഈ രീതിയിൽ ഒരു നടപടി CPM എടുത്തിരിക്കുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ, മുൻ MLAയും CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമായ PK ശശിക്കെതിരെയാണ് ഇപ്പോൾ പാർട്ടി നടപടി ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും ശശി ഒഴിവാക്കാൻ ഇന്ന് ചേർന്ന പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിലൊരു നടപടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് നിലവിൽ MV ഗോവിന്ദൻ അനുമതി നൽകിയിരിക്കുകയാണ്. ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്ത് ലക്ഷങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന പരാതിയിൽ കഴമ്പുണ്ട് എന്നുള്ള അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇത്തരത്തിൽ PK ശശിക്കെതിരെ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. വിഭാഗീയ പ്രവർത്തനങ്ങളും തമ്മിലടിയും രൂക്ഷമായതിനാൽ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനും നിലവിൽ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അത് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. പകരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM ശശിക്കാണ് ഏരിയ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പുത്തലത്ത് ദിനേശന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ കമ്മീഷൻ ഒരു അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ PK ശശിക്കെതിരെ നടപടി വേണമെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം ആവശ്യം പലതവണയായി ഉന്നയിച്ചിരുന്നു. എന്നാൽ കാലങ്ങളായി അത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ PK ശശിക്കെതിരെ നടപടി വന്നിരിക്കുന്നത്. നേരത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില ഫണ്ട് തിരിമറി നടത്തിയെന്നുള്ളതും ഒപ്പം തന്നെ ചില നിയമനങ്ങളെല്ലാം തന്നെ പാർട്ടിയുടെ പേരിൽ നടത്തിയെന്നുള്ള ഒരു പരാതിയുമായിരുന്നു PK ശശിക്കെതിരെ ഉണ്ടായിരുന്നത്. എല്ലാം കൂടി കണക്കിലെടുത്താണ് ഇതിൽ കഴമ്പുണ്ടെന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ PK ശശിക്കെതിരെ നടപടി വന്നിരിക്കുന്നത്. പ്രജിൻ, സമീർ, നേരത്തെ തന്നെ പല രീതിയിലുള്ള ആരോപണങ്ങൾ PK ശശിക്കെതിരെ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം പാർട്ടി ഈ രീതിയിലുള്ള നടപടികളിലേക്ക് പോയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത് ഈ വലിയ സാമ്പത്തിക ക്രമക്കേട്, അതിൽ കഴമ്പുണ്ട് എന്ന് പാർട്ടി കണ്ടെത്തുന്നു. അതേ തുടർന്നുള്ള നടപടി അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നേരത്തെ ആരോപണങ്ങളെല്ലാം തന്നെ ഉണ്ടായ ഘട്ടത്തിൽ ഈ പുത്തലത്ത് ദിനേശിന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ കമ്മീഷനെ പാർട്ടി നിയോഗിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പുത്തലത്ത് ദിനേശൻ വിവിധ അംഗങ്ങളിൽ നിന്നും മൊഴികളെല്ലാം തന്നെ എടുത്തു, തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ച് വളരെ വിശദമായ റിപ്പോർട്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സമർപ്പിച്ചത്. ഇത് വിശദമായി തന്നെ പരിശോധിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ തന്നെ PK ശശിക്കെതിരെ നടപടി എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. നേരത്തെ തന്നെ പല കുറി ഇത്തരത്തിൽ ഈ പരാതികൾ ഉയർന്ന ഘട്ടത്തിൽ നടപടി വേണമെന്നൊരു ആവശ്യം പാർട്ടിയിൽ ഒരു വിഭാഗം ഉന്നയിച്ചിരുന്നുവെങ്കിലും അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാർട്ടിയിലെ തന്നെ ഒരു മുതിർന്ന നേതാവായിരിക്കുന്ന മുൻ MLA ആയിരിക്കുന്ന PK ശശിക്കെതിരെ നടപടി വന്നിരിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും അദ്ദേഹത്തെ നീക്കാനാണ് നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഫണ്ട് തിരിമറി ആരോപണത്തിലാണ് ഇപ്പോൾ ഒരു നടപടി പാർട്ടിയിൽ നിന്നും PK ശശിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കാനാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്തു നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ എസ്റ്റേറ്റ് ലയത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് 1.5 വയസ്സുകാരിക്ക് പരിക്കേറ്റു. മഞ്ചുമല സ്വദേശി ഡേവിഡ് വിനീത ദമ്പതികളുടെ മകൾ ദർശനിക്കാണ് പരിക്കേറ്റത്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്നും അതിന് കൂടുതൽ വിവരങ്ങൾ. രാഹുൽ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് അവിടെ ഉണ്ടായത്? ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ പീരുമേട് അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ മേഖലയിലെ ലയങ്ങളുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അത്തരത്തിലുള്ള ഒരു ലയത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞ് ആ മുറിക്ക് അകത്തേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ ദർശിനി, അതായത് ഈ 1.5 വയസ്സുകാരി ദർശിനിയും അതുപോലെ തന്നെ സഹോദരനും ഈ മുറിക്കുള്ളിൽ ഇരുന്ന് കളിക്കുകയായിരുന്നു. അവരുടെ ദേഹത്തേക്കാണ് ഈ മേൽക്കൂര ഇടിഞ്ഞു വീണത്. രണ്ടുപേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പിന്നീട് നാട്ടുകാർ ഓടിയെത്തിയാണ് ഇവരെ രണ്ടുപേരെയും ആ മേൽക്കൂരയ്ക്കടിയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ച് ഈ 1.5 വയസ്സുകാരിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തിരിച്ചു വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. പരിക്കത്ര കാര്യമായ പരിക്കല്ല, പക്ഷേ വലിയൊരു അപകടം ഒഴിവായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമാനമായ രീതിയിൽ വീണ്ടും അപകടം ഉണ്ടാകാൻ പാകത്തിനുള്ള ലയങ്ങൾ ഇനിയും അവിടെ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാരും തൊഴിലാളികളും പറയുന്നത്. ശരി, രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക്. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തൽ പ്രതിഷേധം വ്യാപിക്കുകയാണ്. കൊൽക്കത്ത സാട്ട്ലിക് സ്റ്റേഡിയത്തിന് മുന്നിൽ ഫുട്ബോൾ ആരാധകർ ഒറ്റക്കെട്ടായി ഇന്ന് പ്രതിഷേധിച്ചു.
ബദ്ധവൈരികളാണ് ഈസ്റ്റ് ബംഗാളിന്റെയും മോഹൻ ബഗാന്റെയും ആരാധകർ. സ്വന്തം ടീമിനു വേണ്ടി മാത്രം വാദിച്ച് ശീലിച്ചവർ ഇന്ന് ഒറ്റക്കെട്ടായി മുദ്രാവാക്യം വിളിച്ചു. കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട യുവ ഡോക്ടർക്ക് നീതി വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. പ്രതിഷേധ സാധ്യത മുൻകൂട്ടി കണ്ട ഡ്യൂറൻ കപ്പിലെ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ മത്സരം ഉപേക്ഷിച്ചിരുന്നു. പക്ഷേ നിരോധനാജ്ഞ ലംഘിച്ച ആരാധകർ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് അടുത്തെത്തി. മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. സ്റ്റേഡിയത്തിന് മുന്നിൽ പോലീസുമായി ഏറ്റുമുട്ടൽ. മുതിർന്ന താരങ്ങളെ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് വാഹനം വളഞ്ഞ ആരാധകർ അവരെ മോചിപ്പിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് കൊൽക്കത്ത നഗരം മണിക്കൂറുകളോളം സ്തംഭിച്ചു. കളിമൈതാനവും കലയും എല്ലാം പ്രതിഷേധിക്കാനുള്ള മാധ്യമമാകുകയാണ് കൊൽക്കത്തയിൽ. ഇരയ്ക്ക് നീതി ഉറപ്പാക്കും വരെ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്നാണ് പ്രതിഷേധക്കാരുടെ മുദ്രാവാക്യം. കൊൽക്കത്തയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. കൊൽക്കത്ത RG-കർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് ഇപ്പോൾ 7 ദിവസം പിന്നിടുകയാണ്. പ്രതിഷേധം വളരെ ശക്തമാവുകയാണ്. അത് കൊൽക്കത്തയിൽ മാത്രമല്ല, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ആ പ്രതിഷേധം വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്ക് പുറമെ പൊതുസമൂഹവും സമരത്തിൽ പങ്കാളികളാവുന്ന കാഴ്ചയും ഇന്ന് കണ്ടു. ഡൽഹിയിലും ഇന്ന് വൻ പ്രതിഷേധമുണ്ടായി. കൊണാട്ട് പ്ലേസിൽ മനുഷ്യച്ചങ്ങല തീർത്ത് വിവിധ ആശുപത്രികളിലെ ഡോക്ടേഴ്സും ഇന്ന് രംഗത്തെത്തി തെരുവിലിറങ്ങുകയും ചെയ്തു. വിവരങ്ങളുമായി കൊൽക്കത്തയിൽ നിന്നും ബൽറാം നെടുങ്ങാടിയും ഡൽഹിയിൽ നിന്ന് R അച്യുതനും തത്സമയം ചേരുന്നു. ആദ്യം കൊൽക്കത്തയിലേക്ക്. ബൽറാം, വലിയ പ്രതിഷേധം ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടാവുന്നുണ്ട്. അത് RG-കർ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, അതിന് പുറത്തേക്ക് കൊൽക്കത്തയുടെ വിവിധ തെരുവുകളിൽ ആൾക്കാർ പുറത്തിറങ്ങുന്നു. അതിൽ കൂടുതൽ സംഘടനകൾ രംഗത്ത് വരുന്നുണ്ട്. ഇന്നിപ്പോൾ സൗത്ത് ലേക്ക് സ്റ്റേഡിയത്തിന് പുറത്ത് വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്താണ് നിലവിലെ സാഹചര്യങ്ങൾ? അന്വേഷണം ഏതു വഴിക്ക് പോകുന്നു? ഒപ്പം പ്രതിഷേധം, അതിന്റെ ഗതി എന്താണ്? പ്രജിൻ, ഞാനിപ്പോൾ ഉള്ളത് RG-കർ മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ ഈ കഴിഞ്ഞ ഒരാഴ്ചയിലേറെ ആയി തുടർന്നു വരുന്ന പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ ചിത്രത്തിന്, പ്രതീകാത്മക ചിത്രത്തിന് മുന്നിൽ മെഴുകുതിരികൾ കത്തിച്ചു വെച്ചുകൊണ്ട് ആ വിദ്യാർത്ഥികളുടെ, ഡോക്ടർമാരുടെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇവിടെ നടന്നു വരുന്നു. ഇന്ന് ഏറ്റവും വലിയ പ്രതിഷേധം കൊൽക്കത്തയിൽ നടന്നത് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിലാണ്. ഇന്ന് പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസ് മത്സരത്തിന് അനുമതി നിഷേധിച്ചിരുന്നെങ്കിലും പ്രതിഷേധം തന്നെയായിരുന്നു ഈ മത്സരത്തെക്കാൾ ഏറെ ഫുട്ബോൾ ആരാധകർ ഉദ്ദേശിച്ചിരുന്നത്. അവർ 100,000-ഓളം വരുന്ന ആളുകളാണ് ഇന്ന് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന്റെ 4 പാടുമായി ഒത്തുകൂടിയത്. പോലീസിന്റെ നിരോധനാജ്ഞ ലംഘിച്ച് പോലീസുമായി ഏറ്റുമുട്ടുകയും ഈ ഇരയ്ക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ചെയ്തു. ഫുട്ബോൾ താരങ്ങളെ, മുതിർന്ന താരങ്ങളെ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും അവരെ പോലീസ് വാഹനം വളഞ്ഞുകൊണ്ട് മോചിപ്പിക്കുകയായിരുന്നു ആരാധകർ. മണിക്കൂറുകളോളം കൊൽക്കത്തയിലെ ഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യം ഇതിനെ തുടർന്ന് ഉണ്ടായി. അതേസമയം പോലീസിന്റെയും CBIയുടെയും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. CBI ഇന്ന് തുടർച്ചയായി 3-ാം ദിവസവും ഈ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്തു വരികയാണ്. ഏതാണ്ട് 27-ാം മണിക്കൂറിലേക്ക് ചോദ്യം ചെയ്യൽ കടന്നിരിക്കുന്നു. നേരത്തെ ഇയാൾ നൽകിയ മൊഴികളും മറ്റുമായി ഈ മൊഴികൾ ചില വൈരുദ്ധ്യമുണ്ട് എന്നാണ് CBI വ്യക്തമാക്കുന്നത്. ഇയാളുടെ മൊബൈൽ ഫോൺ രേഖകൾ കൂടാതെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങിയവ CBI പരിശോധിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ മറ്റ് ആരെല്ലാമാണ് ആശയവിനിമയം നടത്തിയത്, മറ്റു മാർഗങ്ങൾ വഴി തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ CBI അന്വേഷണ വിധേയമാക്കിയിട്ടുണ്ട്. ആശുപത്രിയിലെ മറ്റ് വകുപ്പുകളിലെ ഡോക്ടർമാരുമായും CBI മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ നിലവിൽ അറസ്റ്റിലായി ഇപ്പോൾ CBIയുടെ കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയിയുടെ മാനസികാരോഗ്യ പരിശോധന CBI സംഘം നടത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നെത്തിയ പ്രത്യേക സംഘമാണ് ഇത് നടത്തിയത്.
പറയുന്നത് ഇയാളെ മറ്റ് നുണ പരിശോധനയ്ക്കായി കോടതിയുടെ അനുമതിക്കായി ഉടൻ തന്നെ CBI നീക്കം നടത്തും. ഈ നടപടി നാളെ ഉണ്ടാകുമെന്ന സൂചനകളാണ് CBI വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. കൂടുതൽ പേരിലേക്ക് അറസ്റ്റ് ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നും അതിനു മുമ്പായി ശാസ്ത്രീയമായി ഒരു പിഴവുകളുമില്ലാത്ത രീതിയിൽ തെളിവുകൾ ശേഖരിക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം എന്നുമാണ് CBI വൃത്തങ്ങൾ അറിയിക്കുന്നത്. CBI പരസ്യമായ ഈ കേസിന്റെ അന്വേഷണ പുരോഗതിയോ മറ്റുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും കൈമാറാൻ ഇതുവരെയും ഔദ്യോഗികമായി തയ്യാറായിട്ടില്ല. അതേസമയം പൂർണ്ണമായും രഹസ്യ സ്വഭാവത്തോടെയുള്ള ഒരു അന്വേഷണമാണ് CBI നടത്തുന്നത്. ഇന്നും മെഡിക്കൽ കോളേജിലെ ഈ കുറ്റകൃത്യം നടന്ന ബൽറാം, ഈ കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ കുടുംബം അവർ ഉന്നയിച്ച ആരോപണങ്ങൾ അതിലിപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, തങ്ങളുടെ മകൾ കൊല ചെയ്യപ്പെട്ടത് മറ്റേതോ സ്ഥലത്ത് വെച്ചാണ്, ഒരു മുറിയിൽ വെച്ചാണ്. പിന്നീട് മൃതദേഹം ഈ സെമിനാർ ഹാളിലേക്ക് കൊണ്ടുവന്നിട്ടതാണെന്ന ആരോപണം ആദ്യം ഉയർന്നു. അതിൽ തെളിവായി അവർ പറയുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു നിർമ്മാണ പ്രവർത്തനം അത് വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ തുടങ്ങി എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് ആ റൂമിനോട് ചേർന്ന്. ഒന്നത്, മറ്റൊന്ന് ഈ മൃതദേഹം സംസ്കരിക്കുന്നതിൽ ഒരു തിടുക്കം കാട്ടി അധികൃതർ എന്നുള്ളതാണ്. വേറെയും മറ്റു 3 ബോഡികൾ ഉള്ള സമയത്ത് തന്റെ മകളുടെ മൃതദേഹമാണ് ആദ്യം സംസ്കരിക്കപ്പെട്ടത്. അതിലൊക്കെ ദുരൂഹത നിറയുന്നുണ്ട് എന്ന കുടുംബം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ ബൽറാം? പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം എന്നുള്ളത് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിൽ പ്രധാനം ഈ മൃതദേഹം കണ്ടെത്തിയ സെമിനാർ ഹാളിലല്ല ഈ കുറ്റകൃത്യം നടന്നത് എന്നും പിന്നീട് അവിടെ എത്തിച്ചതാണ് എന്നുള്ളതാണ്. ഈ കുറ്റകൃത്യം നടന്നത് അല്ലെങ്കിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് തൊട്ടടുത്ത മുറിയിൽ, സെമിനാർ ഹാളിന് തൊട്ടടുത്ത മുറിയിൽ വെച്ചാണ് എന്നാണ് അവർ സംശയിക്കുന്നത്. അതുകൊണ്ടാകാം തെളിവുകൾ നശിപ്പിക്കുന്നതിനായി ആ മുറി മണിക്കൂറുകൾക്കകം തന്നെ അറ്റകുറ്റപ്പണി നടത്തിയത് എന്നുമാണ് കുടുംബത്തിന്റെ സംശയം. ഇക്കാര്യം CBI സംഘം പരിശോധിക്കുന്നുണ്ട്. അത് ഉറപ്പുവരുത്തുന്നതിനായാണ് 3D സ്കാനിംഗ് സാങ്കേതിക സംവിധാനം അടക്കമുള്ളവ CBI ഉപയോഗിക്കുന്നത്. ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായി ഈ 3D സ്കാനിംഗ് വഴി ഉള്ള പരിശോധനകൾ ഈ ആശുപത്രിയിലെ കുറ്റകൃത്യം നടന്ന അല്ലെങ്കിൽ മൃതദേഹം കണ്ടെത്തിയ മുറിയിലും ഒപ്പം തന്നെ പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്ന തൊട്ടടുത്ത ഈ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ മുറിയിലും CBI സംഘം നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായ തെളിവുകൾ ഈ ആരോപണങ്ങളെ ശരിവെക്കുന്നത് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് CBI. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചതുമായി ബന്ധപ്പെട്ട 3 മൃതദേഹങ്ങൾ ഉണ്ടായിട്ടും ഏറ്റവും ആദ്യം ഈ കുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു എന്നും അത് എത്രയും പെട്ടെന്ന് തന്നെ മൃതദേഹം സംസ്കരിച്ച് തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും എന്നും കുടുംബം ആരോപിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ഈ മൃതദേഹം സംസ്കരിക്കുന്ന ഘട്ടത്തിൽ ഇടപെട്ട മറ്റു ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളുമായി CBI സംഘം സംസാരിച്ച് അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളിലെല്ലാം തന്നെ ആ കുടുംബത്തിന് ബോധ്യമാകുന്ന രീതിയിൽ വ്യക്തത വരുത്താനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് CBI വൃത്തങ്ങൾ അറിയിക്കുന്നത്. പ്രജിൻ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഡൽഹിയിൽ നിന്നും അച്യുതൻ കൂടി ചേരുന്നു. അച്യുതൻ, ഇന്നിപ്പോൾ ഈ വിഷയം, അതിലെ പ്രതിഷേധം രാജ്യവ്യാപകമായി മാറുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷേധം നമ്മൾ കണ്ടത് ഡൽഹിയിലാണ്. കൊണാട്ട് പ്ലേസിൽ ഡോക്ടേഴ്സിന്റെ ഒരു വലിയ സംഘം തന്നെ എത്തിയിരുന്നു തെരുവിൽ. അവിടെ മെഴുകുതിരി കത്തിച്ചുമൊക്കെയുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്താണ് ഡോക്ടേഴ്സ് സംഘടനകൾ ഇതിലെടുക്കുന്ന നിലപാട്? അവർ എന്ത് പ്രതികരണമാണെന്ന് നടത്തിയത്? പ്രജിൻ, കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ വരുന്ന ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഈ ഡോക്ടേഴ്സ് സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് റെസിഡന്റ് ഡോക്ടർമാർ വലിയൊരു പ്രതിഷേധമാണ് ഡൽഹിയിലെ കൊണോട്ട് പ്ലേസിൽ കാഴ്ചവെച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ രാജീവ് ചൗക്ക് മെട്രോ സ്റ്റേഷനിലെ ഗേറ്റ് നമ്പർ 1 മുൻപിൽ അവർ ചെറു സംഘങ്ങളായി ഒത്തുകൂടി അതൊരു വലിയ സംഘമായി മാറുകയും ഇവിടെ നിന്ന് ഈ പ്രതിഷേധ മാർച്ചായിട്ട് ഈ കൊണോട്ട് പ്ലേസിലെ തന്നെ സെൻട്രൽ പാർക്കിന് ചുറ്റും ആ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയായിരുന്നു. 100 കണക്കിന് ഡോക്ടർമാരായിരുന്നു പങ്കെടുത്തത്. അവർ ആവശ്യപ്പെടുന്നത് ആദ്യമായി ആ കൊൽക്കത്തയിലെ ഡോക്ടർക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഡോക്ടർമാർ അവരുടെ തൊഴിലിടങ്ങളിൽ നേരിടുന്ന കുറേ സുരക്ഷാ പ്രതിസന്ധികളുണ്ട്. അതിൽ ഒരു പരിഹാരം, ശാശ്വത പരിഹാരം അത് കേന്ദ്രം ഇടപെട്ട് നടപ്പിലാക്കണമെന്നൊരു ആവശ്യമാണ്. അതിൽ പ്രാഥമികമായി നൽകുന്നത് CPA നടപ്പാക്കണം, ഒപ്പം തന്നെ CCTVകൾ സ്ഥാപിക്കണം, പോലീസ് എയ്ഡ് പോസ്റ്റ്, അങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ആരോഗ്യ മന്ത്രാലയം ഇന്നലെ നടത്തിയ കമ്മിറ്റി, ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നതിന് കമ്മിറ്റി രൂപീകരിക്കുമെന്നുള്ള കാര്യത്തിൽ അവർ അറിയിക്കുന്നത് നമുക്ക് വാക്കാലുള്ള ഉറപ്പുകൾ വേണ്ട, രേഖാമൂലം ഉറപ്പുകൾ നൽകണമെന്നുള്ളതാണ്. പക്ഷേ ഈ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള അനുകൂല നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് ഡോക്ടർമാരുടെ സംഘടനകൾ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ
കാണാം. ഈ ഡോക്ടർമാർ ഇവിടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കത്തിച്ച മെഴുകുതിരികളാണ് എനിക്ക് പുറകിലുള്ളത്. വരുന്ന ദിവസങ്ങളിലും നാളെ നിർമ്മാൺ ഭവനിലെ ആരോഗ്യ മന്ത്രാലയത്തിന് മുൻപിൽ ഈ പ്രതിഷേധം ശക്തമാക്കാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും പിന്നോട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. രാജ്യവ്യാപകമായ രീതിയിൽ തന്നെ ഇപ്പോൾ ഡോക്ടേഴ്സ് ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. അവർ വലിയ പ്രതിഷേധം ഉയർത്തുകയുമാണ്. എത്രയും പെട്ടെന്ന് ഇതിൽ നടപടി വേണം, ഒപ്പം തന്നെ ആ ഡോക്ടർക്ക് നീതി ഉറപ്പാക്കണമെന്ന് കൂടി പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി. മറ്റന്നാൾ കേസ് പരിഗണിക്കും. ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI ചോദ്യം ചെയ്തത് 26 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ആശുപത്രി ആക്രമിച്ച കേസിൽ അന്വേഷണം പോലീസ് ഡിറ്റക്റ്റീവ് വിഭാഗം ഏറ്റെടുക്കുകയും ചെയ്തു. കൊൽക്കത്തയിൽ ഡോക്ടറെ ക്രൂരബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടെ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ചൊവ്വാഴ്ച 10:30 കേസ് പരിഗണിക്കും. ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി 3-ാം ദിവസവും CBI ചോദ്യം ചെയ്യുകയാണ്. സന്ദീപ് ഘോഷിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് CBI വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കേസിൽ അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ അനുമതി തേടി CBI ഉടൻ കോടതിയെ സമീപിക്കും. ഇയാളെ CBI പ്രത്യേക സംഘം മാനസികാരോഗ്യ പരിശോധന നടത്തി. കൊൽക്കത്ത പോലീസിനെ സമൂഹമാധ്യമങ്ങളിലൂടെ വിമർശിച്ച TMC MP സുകേന്ദു ശേഖർ റോയ്, DYFI നേതാവ് മീനാക്ഷി മുഖർജി തുടങ്ങി നിരവധി പേർക്ക് പോലീസ് നോട്ടീസ് അയച്ചു. ആശുപത്രി ആക്രമണ കേസ് കൊൽക്കത്ത പോലീസ് ഡിറ്റക്റ്റീവ് വിഭാഗം ഏറ്റെടുത്തു. ആക്രമണത്തിൽ 3 വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിലായി 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൽ ഇതുവരെ 32 പേരെ അറസ്റ്റ് ചെയ്തു. 24 കൊൽക്കത്ത. വെൽക്കം ബാക്ക്. വാർത്താമഴ തുടരുകയാണ്. ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച വാർത്തയിലേക്ക് പോകുന്നു. റഷ്യയിൽ ഷെല്ലാക്രമണത്തിൽ തൃശൂർ സ്വദേശി കൊല്ലപ്പെട്ടു. കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ ചന്ദ്രന്റെ മകൻ സന്ദീപ് കൊല്ലപ്പെട്ടതായിട്ടാണ് ബന്ധുക്കൾക്ക് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അശ്വിൻ, എന്താണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്? യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണോ? പ്രതി ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് വീട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അത്തരത്തിലൊരു വാർത്ത മാത്രമാണ്, ഇങ്ങനെ പരിക്കേറ്റു എന്നുള്ളൊരു വാർത്ത മാത്രമാണ് ഇവരിലേക്ക് എത്തിയിരുന്നത്. അതിനുശേഷമാണ് അവിടുത്തെ മലയാളി അസോസിയേഷൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കുടുംബക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചാലക്കുടിയിലെ ഏജൻസി വഴി കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് സന്ദീപും മലയാളികളായ മറ്റ് 7 പേരും റഷ്യയിലേക്ക് പോയത് എന്നാണ് കുടുംബം പറയുന്നത്. മോസ്കോയിലെ റെസ്റ്റോറന്റിൽ ജോലിക്കാണെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാൻറ്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതനാണ് എന്നും സന്ദീപ് വീട്ടുകാരെ അറിയിച്ചിരുന്നു. പിന്നീടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി വീട്ടുകാർ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വീട്ടുകാർക്കോ കേരളത്തിലെ പോലീസിനോ ലഭിച്ചിട്ടില്ല. ഇന്ത്യൻ എംബസിയുമായൊക്കെ ബന്ധപ്പെടാനുള്ള അവരുടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രജി, ശരി, ഇന്നലെ റഷ്യയിലെ മലയാളി അസോസിയേഷൻ അംഗങ്ങൾ ഈ മൃതദേഹം തിരിച്ചറിഞ്ഞു എന്നൊക്കെയുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിലിപ്പോൾ സംസ്ഥാനത്ത് നിന്നും അതിൽ എങ്ങനെയാണ് ഇടപെടുന്നത്, മൃതദേഹം തിരിച്ചറിഞ്ഞപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നാട്ടിലേക്ക് എത്തിക്കാൻ നടപടികളിലേക്ക് ഇനിയിപ്പോൾ അടുത്ത മണിക്കൂറുകളിൽ കടക്കുമെന്നാണ് പ്രതീക്ഷ. അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നു. ചുരൽമല ജംഗ്ഷനിലെ 2 കടകളിലെ CCTV ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടായത്. ജൂലൈ 30 പുലർച്ചെ 1 മണിക്ക് ശേഷമുണ്ടായ ആദ്യ ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങളാണിത്. വെള്ളത്തിനൊപ്പം പാറകളും ചെളിയും തടികളും ഇരച്ചെത്തി. വഴിമാറിയൊഴുകിയ പുഴ ചൂരൽമല ജംഗ്ഷനെ തകർത്തു. നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന നിഷാദിന്റെ ലൈമ ബേക്കറിയിലെ സാധനങ്ങളും ബേക്കിംഗ് യൂണിറ്റും അടക്കം ചെളിയിൽ മുങ്ങി. 60 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമെന്ന് നിഷാദ്. നമ്മളിങ്ങനെ സ്വരുക്കൂട്ടി ഡെവലപ്പാക്കി ഇങ്ങനെ കൊണ്ടുവന്നതാണ്. ഒരു 60 ലക്ഷം രൂപ നഷ്ടം വരുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ടൗണിൽ മൊത്തത്തിൽ എല്ലാവർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടങ്ങളുണ്ട്. വെള്ളാർമല സ്കൂൾ പരിസരത്തുള്ള അഷ്റഫിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു വ്യാപാര സ്ഥാപനത്തിലെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഫ്രിഡ്ജ് അടക്കമുള്ള ഉപകരണങ്ങൾ ഒഴുകി നടക്കുന്നതാണ് ദൃശ്യത്തിൽ. ചെളി കയറിയ കടയുടെ ശുചീകരണം പുരോഗമിക്കുകയാണ്. 20 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ നശിച്ചുവെന്ന് അഷ്റഫ്. ഏകദേശം ഒരു 10-20 ലക്ഷം രൂപേൻ്റെ സ്റ്റോക്ക് ഒഴുകിപ്പോയി, നശിച്ചുപോയി. ഇന്നലെ തുടങ്ങിയ ക്ലീനിങ് ആണ്. ഇന്നിപ്പോൾ ഈ സമയമായിട്ടും അത്
തീർന്നിട്ടില്ല, ഇനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് പലരും വായ്പയെടുത്തു തുടങ്ങിയ സംരംഭങ്ങളാണ് മഹാദുരന്തത്തിൽ നശിച്ചത്. സർക്കാരിന്റെ കരുതൽ ഇവരിലേക്കും ഉണ്ടാകണമെന്നാണ് ആവശ്യം. 24 വയനാട്. മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരിതബാധിതരുടെ വായ്പയിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം നാളെ ചേരും. എല്ലാ വായ്പകളും എഴുതിത്തള്ളുന്നത് പരിമിതികളുണ്ടെന്ന് സമിതി കൺവീനർ KS പ്രദീപ് 24നോട് പറഞ്ഞു. ചൂരൽമലയിലെ കടകൾ വൃത്തിയാക്കുന്ന ജോലി ഇന്നും തുടർന്നു. ദുരന്തബാധിതർക്ക് സർക്കാരിന്റെ അടിയന്തര ധനസഹായമായി 10,000 രൂപ നൽകുന്നത് പുരോഗമിക്കുകയാണ്. ഇതുവരെ 614 പേർക്ക് തുക ലഭിച്ചു. ഇതിൽ നിന്ന് ചില ബാങ്കുകൾ EMI പിടിച്ചു. ആളുകൾക്ക് ആകെ കിട്ടിയത് 10,000 രൂപയും പിന്നെ ചില ആളുകൾക്ക് അവർ തേയിലത്തോട്ടത്തിൽ പണിയെടുത്ത കൂലി കിട്ടിയ പൈസയുണ്ട്. അതിൽ നിന്നാണ് EMI പിടിച്ചത്. 2 മാസത്തേക്ക് ഇത്തരത്തിലൊരു കാര്യം ഉണ്ടാവില്ല എന്നാണ് നമുക്ക് ഉറപ്പ് തന്നത്. ആ ഉറപ്പ് പാലിക്കണം. EMI പിടിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അവരുടെ പിടിച്ച പണം നാളത്തേക്ക് അവർക്ക് തിരിച്ച് അവരുടെ അക്കൗണ്ടിൽ തന്നെ കൊടുക്കണം. നാളെ നടക്കുന്ന SLBC മീറ്റിംഗിൽ ഇതിനകത്ത് തീരുമാനം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പിടിച്ചെടുത്ത EMI തിരിച്ചു നൽകും. ഉരുൾപൊട്ടൽ ബാധിതരുടെ എല്ലാ ബാങ്ക് വായ്പകളും എഴുതിത്തള്ളുന്നതിൽ പരിമിതികളുണ്ടെന്ന് ബാങ്കേഴ്സ് സമിതി കൺവീനർ KS പ്രദീപ്. നാളെ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം നടക്കും. നാളെ SLBC ആണ്. SLBCയിൽ തീരുമാനങ്ങൾ എടുക്കും എന്നല്ലേ ഞാൻ പറഞ്ഞു. വായ്പ എഴുതിത്തള്ളുമെന്ന് ഞാൻ ഫുള്ളായിട്ട് എഴുതിത്തള്ളുന്ന പറഞ്ഞില്ല. അതായത് ബാങ്ക് ബോർഡാണ് തീരുമാനിക്കുന്നത് വായ്പ എഴുതിത്തള്ളുന്നത്. അത് നോക്കിയിട്ട് എല്ലാവരുടെയും വായ്പ നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല. കാരണം എല്ലാ ബാങ്കുകളും റിസർവ് ബാങ്കും എല്ലാവരും ഉണ്ടാവും നാളത്തെ മീറ്റിംഗിൽ. അത് കഴിഞ്ഞേ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ചൂരൽമലയിലെ വ്യാപാരികൾ സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ കടകൾ തുറന്ന് വൃത്തിയാക്കുന്നത് ഇന്നും തുടർന്നു. രണ്ട് കടകളെ പൂർത്തിയായിട്ടുള്ളൂ. ഇനി എന്തായാലും ഒരു 3-4 ദിവസം കൂടെ വേണ്ടി വരും ചെയ്യാൻ. എല്ലാ കടകളുടെ ആളുകൾ വന്നിട്ടില്ല. തുറന്നു കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കൂടുതൽ കടകളുടെയും ഇതുപോലെ ഷട്ടറുകളൊക്കെ ഡാമേജ് ആയിട്ടുള്ളത്. അപ്പോൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇന്ന് രാവിലെ JCBക്ക് പൊളിച്ചിട്ടാണ് പല കടകളും ഇപ്പോൾ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 10-20 ലക്ഷം രൂപയുടെ സാധനം പോയിട്ടുണ്ട്. അടിയിലുണ്ടായിരുന്ന സാധനങ്ങൾ മൊത്തം ഒഴിച്ചു പോയി. അടിയിൽ കുറേ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. ഷെൽഫിലുള്ള സ്റ്റേഷനറി ഐറ്റം സാധനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. DNA ഫലങ്ങൾ പുറത്തു വന്നതോടെ 128 പേരെ കാണാതായെന്ന പട്ടിക സർക്കാർ പുതുക്കി. നിലവിൽ 119 പേരാണ് കാണാമറയത്തുള്ളത്. കരുണയില്ലാത്തൊരു സമീപനം പോലും ക്യാമ്പിലുള്ളവരുടെ ആശങ്കയേറ്റും. മനസ്സിൽ ഇരുട്ട് കയറും. അങ്ങനെ ഒന്നായിരുന്നു ബാങ്കുകൾ EMI പിടിച്ചത്. ഓരോ ദിവസം കഴിയുന്തോറും ഈ ദുരന്തബാധിതരെ കൂടുതൽ നെഞ്ചോട് ചേർക്കണം. അവർക്ക് നൽകിയ ഓരോ ഉറപ്പും പാലിക്കപ്പെടുന്നുവെന്ന് തെളിയുകയും വേണം. ടീം 24 വയനാട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഒരു ഭൂപ്രദേശത്തെ അപ്പാടെ തകിടം മറിക്കുകയായിരുന്നു. ഉരുൾപൊട്ടി ഒഴുകിയ വഴിയുടെ ദുരന്തത്തിന് മുൻപും ശേഷവുമുള്ള ഉപഗ്രഹ ചിത്രം നടുക്കുന്ന ആ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതുമാണ്. ഒരു എക്സ്പ്ലെയിനർ കാണാം. വാഷ്ഡ് അവേ എന്ന തലക്കെട്ടിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത മേഖല ഉരുൾപൊട്ടലിന് മുമ്പും ശേഷവും എന്ന് താരതമ്യം ചെയ്ത് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് പ്ലാനറ്റ് ലാബ്സിന്റെ സഹായത്തോടെ പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രമാണിത്. ജനവാസ മേഖലയായ പുഞ്ചിരിമട്ടത്തിനും കിലോമീറ്ററുകൾ മുകളിൽ മലയുടെ ഉയരത്തിൽ നിന്നാണ് ആ ദുരന്തം പൊട്ടിപ്പുറപ്പെട്ടത്. വെള്ളവും മണ്ണും ഇളകി കൂറ്റൻ പാറകളെ ഒഴുക്കിക്കൊണ്ടുവന്നപ്പോൾ നൂല് പോലെ ഉണ്ടായിരുന്നൊരു പുഴ വലുതായി. പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ താഴെയാണ് ആദ്യ കെട്ടിടം അല്ലെങ്കിൽ മനുഷ്യവാസ മേഖലയെ ഉരുൾപൊട്ടൽ വിഴുങ്ങി തുടങ്ങിയത്. പുഞ്ചിരിമട്ടത്തേക്ക് എത്തുമ്പോഴേക്കും 8 കെട്ടിടങ്ങൾ മലവെള്ളപ്പാച്ചിലിൽ തകർന്നു. പുഞ്ചിരിമട്ടം കടന്ന് മുണ്ടക്കൈയിലേക്ക് എത്തിയപ്പോഴേക്കും 50 കെട്ടിടങ്ങൾ മണ്ണിനടിയിലായി. മസ്ജിദും മുണ്ടക്കൈ സ്കൂളും പോസ്റ്റ് ഓഫീസും എല്ലാം വിഴുങ്ങി വലുതായ ആ കുത്തൊഴുക്ക് ചൂരൽമലയിലേക്ക് എത്തുമ്പോൾ പരന്ന് കൂടുതൽ വന്യമായി മാറി. വെള്ളാർമല സ്കൂളിനടുത്തേക്ക് ഇരച്ചെത്തി ഉരുൾപൊട്ടൽ ഒഴുക്കിക്കൊണ്ടുവന്നത് അതുവരെ മണ്ണിനടിയിലാക്കിയ 183 കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. പിന്നെ ചൂരൽമല ക്ഷേത്രം, മുണ്ടക്കൈ ചൂരൽമല പാലം, ചൂരൽമല ടൗണിലെ കടകൾ, ഒടുവിൽ വെള്ളരിമലയിൽ 215ാമത്തെ കെട്ടിടം എല്ലാം തച്ചു തകർത്ത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് ആ ഉരുൾപൊട്ടൽ ഇരച്ചു പാഞ്ഞു. +215 കെട്ടിടങ്ങൾ, 400-ലേറെ മനുഷ്യർ, കൃഷി, ജീവനോപാധി, ആയുഷ്കാലത്തെ സമ്പാദ്യം, അടയാളം പോലും ബാക്കി വെക്കാതെ ആ ഉരുൾ തകർത്തത് എത്ര ജീവിതങ്ങളാണ്.
മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ ഇടക്കാല ആശ്വാസം നൽകാത്തതിൽ കേരളത്തിന് അതൃപ്തി. ആശ്വാസം ഇനിയും വൈകരുതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും വി ശിവൻകുട്ടിയും 24-നോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനുള്ള നിവേദനം 2 ദിവസത്തിനുള്ളിൽ നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജനും വ്യക്തമാക്കി. വയനാട് ദുരന്തത്തിലെ കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ട് 24-നോടുള്ള പ്രതികരണത്തിലാണ് മന്ത്രിമാർ ഇടക്കാല ആശ്വാസം വൈകുന്നതിലുള്ള അതൃപ്തി അറിയിച്ചത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ ആത്മവിശ്വാസം നൽകിയിരുന്നു. ആ പ്രതീക്ഷകൾ അർത്ഥവത്താകണമെങ്കിൽ ഇടക്കാല ആശ്വാസമെങ്കിലും പ്രഖ്യാപിക്കാമായിരുന്നുവെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും ഇതുവരെയും കേന്ദ്ര സഹായം പ്രഖ്യാപിച്ചിട്ടില്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയെ നേരിട്ട് തന്നെ ധരിപ്പിച്ചിട്ടുണ്ട്. അവർ മനുഷ്യത്വപരമായി തന്നെ ഈ കാര്യങ്ങൾ കാണും എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഗവൺമെൻറ് വിശ്വസിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു ഇടക്കാല ആശ്വാസമെങ്കിലും പ്രഖ്യാപിക്കാമായിരുന്നില്ലേ എന്ന സംശയം ആളുകളുടെ ഇടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ട നിവേദനം തയ്യാറെന്ന് മന്ത്രി കെ രാജൻ 24 മോർണിംഗ് ഷോയിൽ പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ നിവേദനം സമർപ്പിക്കുമെന്നും ദുരന്തത്തെ L3 വിഭാഗത്തിൽപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുമെന്നും മന്ത്രി അറിയിച്ചു. L3യിൽ പെടുത്തി ഡിസാസ്റ്റർ ഇൻ സീവിയർ നേച്ചർ എന്ന വിഭാഗത്തിലേക്ക് ഈ ദുരന്തത്തെ പെടുത്താൻ പറ്റണം. ഇവിടെയുള്ള കർഷകരുടെ കടങ്ങൾ മരവിപ്പിക്കാനും പുതിയ കടങ്ങൾ എഴുതി തള്ളാനുമുള്ള സാമ്പത്തിക സൗകര്യം വേണം. ദുരിതബാധിതരുടെ പുനരധിവാസം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ആക്ഷേപങ്ങൾക്കിപ്പോൾ മറുപടിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 24. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ഇരകളായവരുടെ പുനരധിവാസത്തിന് ടൗൺഷിപ്പ് നിർമ്മാണ നടപടികളിലേക്ക് കടന്ന് സർക്കാർ. ടൗൺഷിപ്പിനുള്ള ഭൂമി കണ്ടെത്താൻ ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർ എ ഗീതയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. മേപ്പാടി പഞ്ചായത്തിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയുടെ കണക്ക് നൽകാൻ വകുപ്പുകളോട് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് നിർദ്ദേശിച്ചു. മേപ്പാടി പഞ്ചായത്തിൽ ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നു. ഇതിനായി സ്ഥലം കണ്ടെത്താനുള്ള പ്രാരംഭ നടപടികളാണ് ആരംഭിച്ചത്. സ്ഥലം കണ്ടെത്താനായി ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറും ലാൻഡ് ബോർഡ് സെക്രട്ടറിയുമായ എ ഗീതയെ ചുമതലപ്പെടുത്തി. വയനാട് മുൻ കളക്ടർ കൂടിയായ എ ഗീതയ്ക്കാണ് വയനാട്ടിലേക്കുള്ള സഹായം ഏകോപിപ്പിക്കുന്നതിനുള്ള ഹെൽപ്പ് ഡെസ്കിന്റെയും ചുമതല. ക്യാമ്പിൽ കഴിയുന്നവരെ വാടക വീടുകളിലേക്ക് മാറ്റിയാലുടൻ ടൗൺഷിപ്പിനുള്ള നടപടികൾ തുടങ്ങും. മേപ്പാടിയിൽ സർക്കാർ വകുപ്പുകളുടെ കൈവശമുള്ള ഭൂമിയുടെ കണക്ക് ശേഖരിക്കാനും നടപടി തുടങ്ങി. ഇതിൽ ഉപയോഗത്തിലുള്ളതും ബാക്കിയുള്ളതുമായ ഭൂമിയുടെ കണക്ക് നൽകാനാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിന്റെ നിർദ്ദേശം. ടൗൺഷിപ്പിന് ഉതകുന്ന ഭൂമി ലഭിച്ചില്ലെങ്കിൽ വനംവകുപ്പിന്റെ കൈവശമുള്ള ഭൂമി പരിഗണിക്കാനും നിർദ്ദേശമുണ്ട്. ടൗൺഷിപ്പിനായി എത്ര ഭൂമി വേണമെന്ന പരിശോധന റവന്യൂ വകുപ്പ് ആരംഭിച്ചു. ഭൂമി കണ്ടെത്തിയ ശേഷം സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുമായും ഭൗമശാസ്ത്ര പഠന കേന്ദ്രവുമായും ചർച്ച നടത്തും. മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകുന്ന റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമാകും ടൗൺഷിപ്പിനുള്ള ഭൂമി സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുക. 24 തിരുവനന്തപുരം. ബംഗളൂരു കോറമംഗലയിൽ നിശാ പാർട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പെൺകുട്ടിയെ അജ്ഞാതൻ ബലാത്സംഗം ചെയ്തു. ബൈക്കിൽ ലിഫ്റ്റ് കൊടുത്തിയാലാണ് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പ്രതിയെ കണ്ടെത്താൻ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഇന്നു പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. സുഹൃത്തുക്കൾക്കൊപ്പം നിശാ പാർട്ടി കഴിഞ്ഞ് ഹെബ്ബഗോഡയിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന 22 വയസ്സുള്ള പെൺകുട്ടി കോറമംഗല ഹൊസൂർ റോഡിൽ വെച്ച് ബൈക്ക് യാത്രികനോട് ലിഫ്റ്റ് ചോദിച്ചു. ബൈക്കിൽ കയറ്റിയ യുവാവ് വിജനമായ പ്രദേശത്തെത്തിച്ച് പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുകയായിരുന്നു. പിന്നീട് പെൺകുട്ടി സുഹൃത്തിനെ വിളിച്ചു വരുത്തിയാണ് രക്ഷപ്പെട്ടത്. സംഭവത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞതായാണ് സൂചന. നഗരത്തിലെ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിനിയാണ് അതിക്രമത്തിന് ഇരയായത്. 24 ബംഗളൂരു. ഇനി ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ്. ജാർഖണ്ഡിൽ ഭരണകക്ഷിയായ JMMന് വൻ തിരിച്ചടി. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ വിശ്വസ്തനായിരുന്ന മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ താൻ പാർട്ടി വിടും എന്ന് വ്യക്തമാക്കി. JMMൽ കടുത്ത അവഹേളനം നേരിട്ടെന്ന് ചമ്പൈ സോറൻ തുറന്നടിച്ചു. BJPയിൽ ചേരുമെന്നാണ് പുതിയ സൂചനകൾ. MLAമാരെ BJP ചാക്കിട്ട് പിടിക്കുകയാണെന്ന് ഹേമന്ത് സോറൻ ആരോപിച്ചു. ചമ്പൈ സോറൻ ഇന്ന് രാവിലെ ഡൽഹിയിലെത്തിയത് മുതൽ തുടങ്ങിയതാണ് അഭ്യൂഹങ്ങൾ. വ്യക്തിപരമായ ആവശ്യമെന്ന് ആദ്യം പറഞ്ഞൊഴിഞ്ഞെങ്കിലും ഒടുവിൽ എക്സ്പോസിലൂടെ മനസ്സു തുറന്നു. പാർട്ടിയിൽ താൻ അങ്ങേയറ്റം അവഹേളനം നേരിട്ടു. മുഖ്യമന്ത്രിയായപ്പോൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഇക്കാര്യങ്ങൾ കൊണ്ടൊക്കെ JMM വിടാൻ നിർബന്ധിതനായെന്ന് ചമ്പൈ സോറൻ. മുന്നിൽ 3 വഴികൾ. ഒന്നുകിൽ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാം, അല്ലെങ്കിൽ പുതിയ പാർട്ടി, അതുമല്ലെങ്കിൽ പുതിയൊരു കൂട്ടാളി.
ഈ 3 വഴികളും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുറന്നു കിടക്കുമെന്നും ചമ്പൈ സോറൻ എക്സിൽ കുറിച്ചു. ചമ്പൈ സോറൻ BJPയിൽ ചേരുമെന്നാണ് സൂചന. ഒപ്പം 6 MLA-മാർ ഉണ്ടെന്നും BJP നേതാക്കളുമായി ചർച്ച നടന്നെന്നും റിപ്പോർട്ടുകളുണ്ട്. JMM അധ്യക്ഷനായ ഹേമന്ത് സോറനെ ഖനന അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിലാണ് ചമ്പൈ സോറൻ ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായത്. ഹേമന്ത് സോറന് ജാമ്യം കിട്ടിയതോടെ ചമ്പൈ സോറന് സ്ഥാനമൊഴിയേണ്ടി വന്നു. ഇതിലെ അതൃപ്തിയാണ് പാർട്ടി വിടാനുള്ള തീരുമാനത്തിലേക്ക് വരെ എത്തിച്ചത്. ചമ്പൈ സോറന് പിന്തുണയുമായി BJP നേതാക്കൾ രംഗത്തുണ്ട്. MLA-മാരെ BJP വിലയ്ക്ക് വാങ്ങുകയാണെന്നും പ്രതിപക്ഷ പാർട്ടികളെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ഹേമന്ത് സോറൻ ആരോപിച്ചു. 24 ഡൽഹി. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സംശയനിഴലിലായ റിബേഷ് രാമകൃഷ്ണനെ ന്യായീകരിച്ച് വടകരയിൽ ഡിവൈഎഫ്ഐയുടെ വിശദീകരണ യോഗം ചേർന്നു. സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് റിബേഷ് അല്ല, അത് പങ്കുവച്ചത് ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കാണെന്നും ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PC ഷൈജു പറഞ്ഞു. ആരോപണങ്ങൾ തെളിയിക്കാൻ പരസ്പരം വെല്ലുവിളിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സംശയനിഴലിലായ റിബേഷ് രാമകൃഷ്ണന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ഡിവൈഎഫ്ഐ. വടകരയിൽ നടന്ന വിശദീകരണ യോഗത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റായ റിബേഷും പങ്കെടുത്തു. കാഫിർ സ്ക്രീൻഷോട്ട് റിബേഷ് ഫോർവേഡ് ചെയ്തതായി അംഗീകരിക്കുന്നുവെന്നും എന്നാൽ അതിന്റെ സൃഷ്ടാവ് റിബേഷാണെന്ന പ്രചാരണം തെറ്റാണെന്നും ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PC ഷൈജു. റിബേഷ് അഡ്മിനായിട്ടുള്ള ഒരു ഗ്രൂപ്പിനകത്തേക്ക് ഇത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് അംഗീകരിക്കുന്നു. ഉദ്ദേശശുദ്ധിയെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് റിബേഷാണ് ഇത് നിർമ്മിച്ചത് എന്ന പ്രചരണമാണ് പാറക്കൽ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ UDF-ന്റെ നേതൃത്വം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് റിബേഷാണെന്ന് തെളിയിച്ചാൽ 25 ലക്ഷം രൂപ പാരിതോഷികമെന്ന് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി വെല്ലുവിളിച്ചു. സ്ക്രീൻഷോട്ടിന് പിന്നിൽ UDF ആണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. UDF ആണ് അവിടെ വർഗീയതയും അതുപോലെ തന്നെ അശ്ലീലതയും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രചരിപ്പിച്ചത്. അവർക്കാണെങ്കിൽ ഈ റിക്കാർഡെല്ലാം ഉണ്ടാക്കിയ നല്ല ശീലമുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്, ഞങ്ങളാണ് LDF ഈ കാര്യം വന്നപ്പോഴും LDF ആണ് ആദ്യമായിട്ട് കേസ് കൊടുത്തത്. പ്രതികളെ കണ്ടെത്തേണ്ടത് ജനങ്ങളല്ലെന്നും പോലീസാണെന്നും യൂത്ത് കോൺഗ്രസിന്റെ മറുപടി. പ്രതികൾ ആരെന്ന് റിബേഷ് തെളിയിച്ചാൽ 25 ലക്ഷം രൂപ അങ്ങോട്ട് തരാമെന്നും തിരിച്ചടിച്ചു. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റായ റിബേഷ് അഡ്മിനായ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചതെന്നാണ് ഹൈക്കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട്. 24 കോഴിക്കോട്. വാർത്താമഴയിലേക്ക് വീണ്ടും നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. മണ്ണിടിച്ചിലുണ്ടായ കർണാടക ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തിയ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ നാളെ കോഴിക്കോട് അർജുന്റെ വീട്ടിലെത്തും. നാളെ 11 മണിയോടെയാകും സന്ദർശനം. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് ഒന്ന് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അഭി, എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിന് പിന്നിൽ? പ്രജിൻ, ഈ തെരച്ചിലിന് ഷിരൂരിൽ കാണാതായ അർജുനായുള്ള തെരച്ചിലിന് നേതൃത്വം നൽകിയ ഈശ്വർ മാൽപേ നാളെ 11 മണിയോടെയാണ് കോഴിക്കോട് കണ്ണാടിക്കലുള്ള അർജുന്റെ വീട്ടിലേക്ക് എത്തുക. അർജുന്റെ അമ്മയുമായും സഹോദരിയുമായും ഭാര്യയുമായും ഒക്കെ സംസാരിക്കുമെന്നാണ് നിലവിൽ നമ്മൾ വിളിച്ചപ്പോൾ ഈശ്വർ മാൽപേ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഈ നിലവിലെ സാഹചര്യം കുടുംബവുമായി പങ്കുവയ്ക്കും, എന്താണ് നിലവിലെ അവസ്ഥ എന്നുള്ള കാര്യം കുടുംബത്തെ ബോധ്യപ്പെടുത്തും. ഇനി അവിടെ ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാകണമെങ്കിൽ ഡ്രഡ്ജർ അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. തന്റെ കഴിവിന്റെ മാക്സിമം താൻ പരിശ്രമിച്ചിരുന്നു. ഇനി അതിനുള്ളിൽ നിന്ന് ഇനിയിപ്പോൾ അർജുനെ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യം തന്നെയാണ്. അതിന് ഡ്രഡ്ജർ കൂടിയേ തീരൂ. ഈ ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള പ്രഷർ ഈ കർണാടക സർക്കാരിൽ ചെലുത്തേണ്ടതുണ്ട്. ഇത്തരം നിലവിലെ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ കുടുംബത്തെ അറിയിക്കണം. ഒപ്പം തന്നെ ഈ ഫാമിലിയെ സമാധാനിപ്പിക്കുക എന്നുള്ളത് തന്റെ കൂടി ഒരു ദൗത്യമാണ്. അതുകൂടി ചെയ്യാൻ വേണ്ടിയാണ് താൻ നിലവിൽ കണ്ണാടിക്കലേക്ക് വരുന്നതും കുടുംബത്തെ കാണുന്നത് എന്നുമാണ് ഈശ്വർ മാൽപേ പ്രതികരിച്ചിട്ടുള്ളത്. ഏതായാലും നാളെ രാവിലെ 11 മണിയോടുകൂടി അദ്ദേഹം കോഴിക്കോട് കണ്ണാടിക്കലെത്തും. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ മേധാവി രാകേഷ് പാൽ അന്തരിച്ചു എന്ന വാർത്തയാണ്. കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറലാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. ചെന്നൈ രാജീവ് ഗാന്ധി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു രാകേഷ് പാലിനെ. അന്ത്യം സംഭവിക്കുകയായിരുന്നു പിന്നീട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 25ാമത്തെ DG ആയിരുന്നു എന്ന കാര്യം കൂടി പ്രേക്ഷകർ അറിയിക്കുന്നു. ഇതോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്.